ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളെല്ലാവരും അട ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പൊടിയൊക്കെ വാട്ടി അത് കുഴച്ചെടുത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് കുഴച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ അട ഉണ്ടാക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ അടയുടെ റെസിപ്പി കാണിക്കുന്നത്. വളരെ തിന്നായിട്ട് കടലാസ് പോലെ നൈസായിട്ടുള്ള അടയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കുക. എന്നിട്ടിതൊരു 3-4 പ്രാവശ്യമെങ്കിലും നല്ല പോലെ കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു 4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചധികം സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടുകയും ചെയ്യും. നമ്മളിത് പൊടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടാൻ കുറച്ചധികം സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർക്കാം. ഇനി വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതില്ലാത്തവർ നല്ല കട്ടിയുള്ള നല്ല ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഈ രൂപത്തിലാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്താണ് നമ്മൾ സ്റ്റൗവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത അപ്പോൾ തന്നെ നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും കേട്ടോ. അപ്പോൾ നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് പേടിയില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ പിടിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ തിക്കായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം, പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മാവ് നല്ല തിക്കായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് നല്ല പോലെ വിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ മാവ് ഇങ്ങനെ കുറച്ച് വെന്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രൂപം ആവുന്നത് വരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മാവ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കുന്ന സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഒരു 2 ശർക്കര എടുത്ത് ഉരുക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ശർക്കരയിൽ കുറച്ച് കരടൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഉരുക്കിയെടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇതുപോലെയുള്ള 2 ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കരടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ചീകിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടയുടെ ഫില്ലിങ്ങിൽ കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ അത് ഒരു സുഖം തോന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു മുറി തേങ്ങ ചിരകിയത് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം കൂടുന്നോ അത്രയും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം.
ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ ഈ ഫില്ലിങ്ങിന് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ്ങിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം അതുപോലെ തന്നെ നട്ട്സ് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിതൊരു സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവും നന്നായിട്ടൊന്ന് തണുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. നമ്മളിങ്ങനെ തവി വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക, അത്രേ വേണ്ടൂ. നല്ല സ്മൂത്തായിട്ടുള്ള മാവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടയുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇലയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ മാവെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ പരത്തുമ്പോൾ കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യ് ഇങ്ങനെ ഈ വിരലുകൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം വലുപ്പത്തിൽ വേണം അതിനനുസരിച്ച് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. എന്നിരുന്നാലും നമ്മൾ നൈസായിട്ടാണ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിരലുകൾ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ അതിലധികമായിട്ടുള്ള മാവൊക്കെ നമുക്കതിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ കനത്തിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല കടലാസ് പോലെ തന്നെ നൈസായിട്ട് നമുക്ക് ഈ അട കിട്ടും ഈ രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതിക്ക് വെച്ചാണ് ഞാനിത് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മടക്കിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മൾ മധുരം അങ്ങനെ അധികം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ മധുരം ഒരു പാകത്തിന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമുക്കിത് നടുക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് സ്മൂത്തായിട്ട് പരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിൽ നിന്ന് തൂവിയതിന് ശേഷം നമുക്കിതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വാഴയിലൊന്നും അങ്ങനെ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. അതുപോലെ തന്നെ വാഴയില അധിക നാൾ കുറച്ചധികം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം സൂക്ഷിച്ച് വെക്കാൻ, നാൾ സൂക്ഷിച്ച് വെക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ അടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനത് കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വാഴയിലൊക്കെ എപ്പോഴേലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഒരുപാട് നാളത് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഒട്ടും കേടാവാതെ തന്നെ അത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ അട ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2 തട്ടിലായിട്ട് സ്റ്റീം വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതല്ലെങ്കിൽ ഒരല്പസമയം കൂടി നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. ഇനി നമുക്കിത് മാറ്റാം. ഇത് മാറ്റാനായാലും വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല കടലാസ് പോലെ നൈസായിട്ടാണ് നമ്മുടെ അട കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അട നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.